നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. മലയാളി യുവതി തിരുവനന്തപുരം ചെന്നൈ സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. മലപ്പുറം ശുഖപുരം കാരാട്ട് സന്താനന്ദന്റെയും ശ്രീകലയുടെയും മകൾ ഈ രോഷിനിയാണ്. 30 വയസ്സായിരുന്നു രോഷിനിയുടെ പ്രായം. ഈ രോഷിനിയാണ് മരിച്ചത്. ഭർത്താവ് രാജേഷിനും മകൾ ഋതുലക്ഷ്മിക്കും ഒപ്പം ചെന്നൈയിലേക്കുള്ള യാത്രക്കിടെ ഈ ജോലാർപെട്ടിന് സമീപം എത്തിയപ്പോൾ ശുചിമുറിയിലേക്ക് പോയ രോഷിനി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല. രാജേഷ് കാട്പാട് റെയിൽവേ സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ വാണിയമ്പാടിന് സമീപം പുതുക്കോവിലിൽ റെയിൽ പാളത്തിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള വഴക്കായിരുന്നു, അതും അറിയില്ല. ഭാര്യ ഇനി ആത്മഹത്യ ചെയ്തതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ കാൽ വഴുതി പുറത്തേക്ക് വീണതാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട്. RPF ആണ് ഈ മൃതശരീരം കണ്ടെത്തിയത്. അമ്മയും മകളും ഭർത്താവുമായി ഒരുമിച്ച് ചെന്നൈയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അതേപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളിൽ മാത്രമല്ല, റോഡിലും ഒക്കെ തന്നെ നിരവധി നമ്മൾ വാഹന അപകടങ്ങൾ പൊലിഞ്ഞ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അമിത വേഗതയും അശ്രദ്ധയുമായ ഡ്രൈവിംഗും കാരണം റോഡിൽ നിരവധി ജീവനുകളാണ് ഓരോ ദിവസവും പൊലിയുന്നത്. പല അപകടങ്ങളും സാധാരണയാകുമ്പോൾ ചില അപകടങ്ങൾ ദുരൂഹതയും ഉണ്ടാകാറുണ്ട്. അത്തരമൊരു അപകടമാണ് കോട്ടയത്ത് സംഭവിക്കുന്നത്. ഇടയർക്ക് പുഴ സ്വദേശിയായ സാൽവിൻ വർഗീസ് എന്ന 29-കാരന്റെ അപകട മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. കാറിന്റെ മുന്നിലൂടെ സ്കൂട്ടർ ഓടിച്ചു കയറ്റിയപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ഇടിയുടെ ആഘാതത്തിൽ സൽവീൻ തലക്കിടിച്ച് റോഡിൽ വീഴുകയും ശേഷം ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് എന്നുമാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് മരണവും സംഭവിച്ചത്. അപകടം നടന്ന ശേഷം കാർ നിർത്താതെ പോയെന്നും കണ്ടെത്തി. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ആരോപിച്ച കുടുംബം വന്നിരിക്കുന്നത്. ജൂലൈ 15-ാം തീയതി രാത്രി 7 മണിയോടുകൂടിയാണ് അപകടം നടക്കുന്നത്. നെരിയനിൽ വെച്ച് സാൽവിൻ സഞ്ചരിച്ച സ്കൂട്ടർ കാറിൽ ഇടിക്കുകയായിരുന്നു. പിന്നാലെ റോഡിലേക്ക് തെറിച്ചു വീഴുകയും തലയ്ക്കും മറ്റും ഗുരുതര പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സാൽവിൻ അപകടം നടന്ന ദിവസം ജോലി കഴിഞ്ഞ് ഇടയരക്കപ്പുഴയിലെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം നടക്കുന്നത്. പാതി വഴിയിൽ എത്തിയപ്പോൾ അസുഖം ബാധിതയായ തന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചില്ല എന്ന കാര്യം ഓർക്കുകയും അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഈ അപകടം നടക്കുകയും ചെയ്തത്. ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് കൃത്യമായ CCTV ഇല്ലായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. നേരെയുള്ള ഒരു വീട്ടിൽ ക്യാമറ ഉണ്ടെങ്കിലും അതിൽ സാൽവിൻ വീഴുന്നത് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും റോഡിൽ തെറിച്ചു വീണ യുവാവ് ഏറെ നേരം റോഡിൽ കിടന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുപോലെ സ്കൂട്ടറിൽ ഇടിച്ചെന്ന് പറയുന്ന കാറിൽ അപകടം നടന്നതിന്റെ യാതൊരുവിധ തെളിവും ഇല്ല എന്നും കുടുംബം ആരോപിക്കുന്നു. സ്റ്റേഷനിൽ പിടിച്ചിരിക്കുന്ന കാറിൽ ചെറിയൊരു പോറൽ മാത്രമേ ഉള്ളൂവെന്നും പറയുന്നുണ്ട്. അതുപോലെ FIR-ലും മരണപ്പെട്ടയാളുടെ വിവരങ്ങളെല്ലാം ഉണ്ട്. സ്റ്റേഷനിൽ ഇടിച്ചെന്ന് പറയുന്ന കാറും അവിടെയുണ്ട്. വേറെ ഒരു വിവരവും ഇല്ല എന്നും അതൊക്കെ കൊണ്ടാണ് ദുരൂഹത തോന്നിയത് എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. സ്റ്റേഷനിൽ കിടക്കുന്ന കാറിൽ ഒരു താക്കോല് കൊണ്ട് വരയ്ക്കുന്ന കുഞ്ഞ് സ്ക്രാച്ച് അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ മരിച്ച സാൽവിന്റെ പരിക്കിലും ദുരൂഹതയുണ്ട് എന്ന് കുടുംബം പറയുന്നു. തലയിലും നെഞ്ചിലുമാണ് മാരക മുറിവ് ഉണ്ടായിരുന്നത് എന്നും കുടുംബം പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കറുകച്ചാൽ പോലീസ് പ്രതികരിക്കുന്നത് നോക്കാം. വണ്ടി ഓവർടേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത്. അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അപകടം നടന്ന പരിസരത്ത് ക്യാമറ ഇല്ല എന്നും അതിന് എതിർവശത്ത് ഒരു വീടുണ്ടെന്നും അതിൽ പോലീസ് സാൽവിൻ വീഴുന്നത് മാത്രമേ ഉള്ളൂ എന്നും പോലീസ് കണ്ടതായാണ് പറയുന്നത്. വണ്ടി ഫോറൻസിക്കാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. വണ്ടിയിലെ ഡോറിലെ പെയിന്റ് മാച്ചിങ്ങിന് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ അപകടം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ കുറവാണ് എന്നും പറയുന്നു. നിലവിൽ ദുരൂഹത ഒന്നും തന്നെ ഇല്ല എന്നും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു.